സീതാദേവി സ്വയംവരം ചെയ്തൊരു ത്രേതായുഗത്തിലെ ശ്രീരാമൻ കാലുകൊണ്ടൊന്ന് തൊട്ടപ്പോൾ തന്നെ കാട്ടിലെ കല്ലൊരു മോഹിനിയായി. ആ മോഹിനിയായ അഹല്യാദേവിക്കായി ബീഹാറിൽ ഒരു ക്ഷേത്രമുണ്ട്, ബക്സറിലെ അഹല്യ ക്ഷേത്രം. ഗൗതമ മഹർഷിയുടെ പത്നിയായിരുന്നു സുന്ദരിയായ അഹല്യാദേവി. ദേവേന്ദ്രൻ മുനിപത്നിയിൽ ഭ്രമിച്ചു. മുനിവേഷത്തിലെത്തി ദേവിയൊത്ത് രമിച്ചു. ചതി അറിഞ്ഞ മുനി ദേവേന്ദ്രനെയും അഹല്യയെയും ശപിച്ചു. അഹല്യ ശിലയായി മാറി. പിന്നീട് യുഗങ്ങൾക്ക് ശേഷം ശ്രീരാമപാദം തൊട്ടപ്പോൾ വീണ്ടും ദേവീരൂപം പൂണ്ടു. ആ സ്മരണയ്ക്കാണ് ബക്സറിലെ ക്ഷേത്രം. अगहन का पंचमी का त्योहार चल रहा है। यहाँ पर बहुत यात्री लोग आते हैं. അഹല്യമോക്ഷത്തിന് ഒരു വ്യാഖ്യാനവുമുണ്ട്. ശ്രീരാമനാണ് ഭാരതത്തിൽ ഇന്നോളം ഏറ്റവും കുറവ് നികുതി ചുമത്തിയ രാജാവ്. 1/5 അഥവാ 20% മൊത്തം നികുതി. രാജഭണ്ഡാരത്തിലേക്ക് വരുമാനം മുഴുവൻ നൽകേണ്ട എന്നായപ്പോൾ പ്രജകളെല്ലാം കലപ്പയേന്തി അധ്വാനിച്ചു. ഹലം അഥവാ കലപ്പ തൊട്ടപ്പോൾ അഹല്യയായ ഭൂമി, ഹലമേൽക്കാത്ത ഭൂമി, കാർഷിക വിളകളാൽ സുന്ദരമായി എന്നാണ് ആ വ്യാഖ്യാനം. അതെന്തുമാകട്ടെ, രാമസ്മരണകളുമായി ഗംഗാതീരത്ത് നിലകൊള്ളുന്നു അഹല്യാക്ഷേത്രം. പൊട്ടിപ്പൊളിഞ്ഞ് മോഹനരൂപം പൂകാൻ വീണ്ടും പുതിയ രാമനെ കാത്ത്. ബക്സറിൽ നിന്ന് ക്യാമറമാൻ മനോജ് പുതുപ്പാടിക്കൊപ്പം കെ മധു, അമൃത ന്യൂസ്.